പോർച്ചുഗലിലെ മദീറ എന്നൊരു കൊച്ചുദ്വീപിലെ ഒരു കൊച്ചുകുട്ടിയുടെ കഥ പറഞ്ഞാണ് തുടങ്ങുന്നത്. അവിടെ മുനിസിപ്പൽ ഗാർഡനറായ ജോസെ അവേറോയുടെ ഭാര്യ മരിയ 4ാമതും ഗർഭിണിയായി. കടുത്ത ദാരിദ്ര്യത്തിൽ 3 മക്കളെ പോറ്റാൻ പാടുപെട്ട ആ മാതാപിതാക്കൾ ആ 4ാമത്തെ കുഞ്ഞിനെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് 1985 ഫെബ്രുവരി 5 അവർക്കൊരു ആൺകുഞ്ഞ് പിറന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേരി. ബാല്യത്തിലെ കടുത്ത പട്ടിണിയിൽ തെരുവിൽ പ്ലാസ്റ്റിക് കവറുകളും തുണികളും ചുരുട്ടിക്കൂട്ടി അവൻ കളിച്ചു തുടങ്ങി. ആ ഓട്ടം അവനെ എത്തിച്ചത് ലോക ഫുട്ബോളിന്റെ തന്നെ സിംഹാസനത്തിലേക്കാണ്. 5 തവണ ലോകത്തിലെ മികച്ച കളിക്കാരനുള്ള ബാലൻ ഡി ഓർ പുരസ്കാരം, പോർച്ചുഗലിനായി യൂറോ കപ്പും യൂറോപ്യൻ നേഷൻസ് ലീഗും. നേടാനാകുന്നതെല്ലാം അവൻ കഠിനാധ്വാനം കൊണ്ട് സ്വന്തമാക്കി. എന്നാൽ ലോകകപ്പ് വേദികളിൽ മോശം പ്രകടനമെന്ന നിഴൽ അവനെ എന്നും വേട്ടയാടി. ഈ ലോകകപ്പിൽ കോങ്കോയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ പോർച്ചുഗൽ സമനില വഴങ്ങിയപ്പോഴും വിമർശനങ്ങളുടെ കൂരമ്പുകളെല്ലാം ക്രിസ്ത്യാനോയ്ക്ക് നേരെയായി. അയാളുടെ കാലം കഴിഞ്ഞുവെന്ന് പതിവുപോലെ വിമർശകർ വിധിയെഴുതി. എന്നാൽ ഇന്നലെ ഉസ്ബെക്കിസ്ഥാനെതിരെ ഉള്ള മത്സരത്തിൽ വിമർശകർക്ക് കാലുകൾ കൊണ്ട് റോണോ മറുപടി നൽകിയിരിക്കുന്നു. എണ്ണം പറഞ്ഞ 2 ഗോളുകളിലൂടെ 6 ലോകകപ്പുകളിൽ തുടർച്ചയായി ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണ്.